ഇപ്പോൾ എല്ലായിടത്തും ചർച്ച നെടുമങ്ങാട് മരിച്ച കുട്ടിയുടെ പേരിൽ തന്നെയാണ്. ആ കുട്ടി മരിച്ചതല്ല, മറിച്ച് അതിൻ്റെ മാതാപിതാക്കളെന്ന് അവകാശപ്പെടുന്നവർ കൊന്നതാണ് എന്നറിയുമ്പോൾ അതിന് ഒരു നാളത്തെയോ അല്ലെങ്കിൽ ഒരാഴ്ചത്തെയോ മാത്രമുള്ള ഒരു ചിന്തയല്ല, അത് മാസങ്ങളായി കുഞ്ഞിനെ ഉപദ്രവിക്കണമെന്നും ഇല്ലാതാക്കണമെന്നുള്ള ചിന്ത കൊണ്ട് തന്നെ അവസാനം വന്നതാണ്. കൊല്ലാക്കൊല ചെയ്താണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് എല്ലാവർക്കും അറിയാം. ഇഞ്ചിഞ്ചായി കുഞ്ഞിനെ കൊല്ലുകയായിരുന്നു. കൈയൊടിക്കുക, കാലൊടിക്കുക, മുറിവേൽപ്പിക്കുക, പൊള്ളലേൽപ്പിക്കുക തുടങ്ങി ഓരോ ദിവസമായി തന്നെ ഇഞ്ചിഞ്ചായ കുഞ്ഞിൻ്റെ ജീവൻ എടുക്കുകയായിരുന്നു അതിൻ്റെ രണ്ടാനച്ഛൻ എന്ന് പറയപ്പെടുന്ന ഈ അഷ്കർ. എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന് പറയുമ്പോഴും ഒരു കുറ്റബോധം പോലും തെല്ലും മനസ്സിലില്ലാതെയാണ് അതിനെക്കുറിച്ചെല്ലാം തന്നെ സംസാരിക്കുന്നത്. കൂടുതലും പുറത്തു വരുമ്പോൾ 1.5 വയസ്സുകാരൻ അർഷിദ് കൊല്ലപ്പെട്ടതിൻ്റെ 4ാം ദിനവും കേരള മനസാക്ഷിക്ക് നോവ് കൂടി തന്നെയാണ് വരുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് ക്രൂരമർദ്ദനത്തിന് അർഷിദ് മരിച്ചത് ഉറപ്പാക്കിയ ശേഷം പ്രതി അഷ്കർ കുഞ്ഞിന് ചോറ് നൽകാൻ ശ്രമിച്ചു. ഭക്ഷണം ഛർദ്ദിച്ച് കുഞ്ഞ് മരിച്ചെന്ന് വരുത്തി തീർക്കാനായിരുന്നു ലക്ഷ്യം. തുടർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പരിശോധിച്ച ഡോക്ടർ മരണം സ്ഥിരീകരിച്ചു. എന്നാൽ ഇത് വകവയ്ക്കാതെ SIT ആശുപത്രിയിൽ എത്തിച്ച അഷ്കർ അവിടെ എത്തുന്നതുവരെ കുഞ്ഞിന് ജീവനുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ ശ്രമിച്ചെന്നും പോലീസ് പറയുന്നു. നെടുമങ്ങാട് പനവൂർ സ്വദേശിയായ 1.5 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മാതാവ് അഖില ചന്ദ്രനെയും മാതാവിൻ്റെ സുഹൃത്ത് അഷ്കറിനെയും ഞായറാഴ്ച റിമാൻഡ് ചെയ്തിരുന്നു. ആന്തരാവയവങ്ങളടക്കം കുഞ്ഞിൻ്റെ ശരീരത്തിൽ 91 മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ റിപ്പോർട്ടിൽ തന്നെ പ്രത്യേകമായി പറയുന്നത്. ആഴ്ചകൾക്ക് മുൻപ് അഷ്കർ വീടിൻ്റെ പടിക്കെട്ടിൽ തള്ളിയിട്ടാണ് കുഞ്ഞിൻ്റെ 2 കൈകളും ഒടിച്ചത്. എന്നാൽ സൈക്കിളിൽ നിന്ന് വീണ അപകടമായിരുന്നുവെന്ന് പ്രതികൾ ബന്ധുക്കളോടും അയൽക്കാരോടും പറഞ്ഞിരുന്നു. ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിച്ച ശേഷം അഷ്കർ പ്ലാസ്റ്ററുകൾ അഴിച്ചുമാറ്റി. ഇതോടെ വേദന മൂലം കുഞ്ഞ് കരഞ്ഞപ്പോൾ അഷ്കർ മർദ്ദിച്ചു. മാസങ്ങൾക്ക് മുൻപ് വീടിൻ്റെ സൺഷെയ്ഡിൽ കുഞ്ഞിനെ ഒറ്റയ്ക്ക് നിർത്തുന്നത് കണ്ടിരുന്നെന്നും ആളുകൾ ശ്രദ്ധിച്ചതോടെ മാറ്റിയെന്നും അയൽവാസി വെളിപ്പെടുത്തി. കുഞ്ഞിനെ കൊലപ്പെടുത്തുമെന്ന് മുൻപ് അഖിലയുടെ മാതാവിനോടും പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നു. മുൻപ് 2 പെറ്റി കേസുകൾ മാത്രമാണ് പ്രതി അഷ്കറിന്റെ പേരിൽ ഉണ്ടായിരുന്നത്. എന്നാൽ കുഞ്ഞിനെ കൊലപ്പെടുത്താനായി അയാൾ മാസങ്ങൾ നീണ്ട ആസൂത്രണം നടത്തിയെന്നാണ് പോലീസ് നിഗമനം. സഹോദരിക്കും ഭർത്താവിനുമൊപ്പം വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന അഷ്കറും അഖിലയും അയൽക്കാരുമായി സമ്പർക്കം പുലർത്തിയിരുന്നില്ല. ആരും തങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ അവർ പ്രത്യേകം ജാഗ്രത പുലർത്തി. വീട്ടിലേക്ക് സന്ദർശകരെയും അനുവദിച്ചിരുന്നില്ല. കുഞ്ഞ് മരിച്ച ദിവസം നൃത്ത പരിപാടിക്കായി നാഗർകോവിലായിരുന്നു എന്നാണ് മാതാവ് അഖില നൽകിയ മൊഴി. ഇത് കൊലപാതകത്തിന് സൗകര്യമൊരുക്കാനാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നുകൂടി ഇതിൽ കൃത്യമായി തന്നെ നോക്കുന്നുണ്ട്. മാസങ്ങളുടെ ഗൂഢാലോചന തന്നെയാണ് എന്ന് പറയുന്നു. മൊബൈൽ ഫോണും മറ്റും അന്വേഷിച്ച കാര്യങ്ങൾ, കടയിൽ പോയി ചോദിച്ച ഓരോ വസ്തുക്കൾ, ഇതെല്ലാം തന്നെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ മാസങ്ങളായി കുഞ്ഞിനെ കൊല്ലണമെന്നും വളരെ കൃത്യമായി തന്നെ പ്ലാനുകൾ ചെയ്ത് മുൻപോട്ട് പോകുമ്പോഴായിരുന്നു ഇത്തരമൊരു സംഭവം നടന്നത്. ഇത് തന്നെ തക്ക സമയമെന്ന് ഉപയോഗിച്ച് അതിനെക്കുറിച്ച് ഉപയോഗിക്കുകയായിരുന്നു ഇവർ ചെയ്തത്.